ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം സത്യമാണ്, അതൊരിക്കലും പരാജയപ്പെടുന്നില്ല. വായിക്കും തോറും കൂടുതൽ കൂടുതൽ മാധുര്യമുള്ള മറ്റൊരു രചനയുമില്ല. വചനം വായിക്കുമ്പോൾ അതനുസരിക്കുമ്പോൾ ഈശോ നമ്മുടെ ഒപ്പം നടക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ വചനത്തെ ഒത്തിരി സ്നേഹിക്കുന്ന, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം വിശുദ്ധ ബൈബിളിലുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആ വചനത്തിൻ്റെ കൂട്ടുകാരിയെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് പരിചയപ്പെടാം. നമ്മോടൊപ്പം ഇന്നായിരിക്കുന്നത് ഖത്തർ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള മഞ്ജുവും കുടുംബവുമാണ്. ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് മഞ്ജു. പലപ്പോഴും ശൂന്യതകൾക്ക് നടുവിൽ കർത്താവിൻ്റെ വചനം നെഞ്ചോട് ചേർക്കുമ്പോൾ ലഭിക്കുന്ന ആത്മീയ ആനന്ദം അത് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറമാണെന്ന് മഞ്ജു തൻ്റെ ജീവിതം കൊണ്ട് പറഞ്ഞു വയ്ക്കുന്നു. ഇന്നത്തെ പ്രയാസങ്ങൾ മറന്ന് നാളത്തെ പ്രഭാതത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുവാനുള്ള പ്രചോദനം ഈശോയുടെ തിരുവചനത്തിലൂടെ ലഭിക്കുമെന്ന് ഈ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിൽ ഇരുട്ടിൽ തപ്പി നടക്കുന്നവരാകാതെ ദൈവവചനമെന്ന പ്രകാശത്തിൽ ഓരോ ദൈവപൈതലുമായിരിക്കണമെന്ന് മഞ്ജുവിൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഒത്തിരി വിശ്വാസതീഷ്ണതയുള്ള വ്യക്തിയൊന്നും അല്ലായിരുന്നു ഞാൻ. എല്ലാവരെയും പോലെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലും, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ വല്യപ്പച്ചൻ മതാധ്യാപകനായിരുന്നു. വല്യപ്പച്ചൻ കുഞ്ഞിലേ മുതൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു ഈശോയെക്കുറിച്ച്. വിശ്വാസ സത്യങ്ങളും ബൈബിളിലെ കഥകളും തോമാസ് ലീഹ കേരളത്തിൽ വന്ന കഥകളും ഒക്കെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു കരുണയുടെ പുസ്തകം എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ കരുണയുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു: ഈ കരുണയുടെ ജപമാല ചൊല്ലി നീ എന്താവശ്യപ്പെട്ടാലും നിനക്ക് ലഭിക്കുമെന്ന്. ആ പ്രാർത്ഥനയിൽ എഴുതിയിരിക്കുന്നത് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്നായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും അലാം വെച്ച് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കരുണയുടെ ജപമാല എല്ലാ ദിവസവും ഞാൻ ചെല്ലുമായിരുന്നു. പിന്നെ അലാമൊന്നും ഇല്ലാതെ തന്നെ ഈശോ എന്നെ എഴുന്നേൽപ്പിക്കുമായിരുന്നു. ആ നാളുകളിലൊക്കെ ഈശോയുടെ കരുണ അനുഭവിച്ച നാളുകളായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് നല്ലൊരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും ഞാൻ ആദ്യമൊക്കെ കരുണയുടെ ജപമാല ചൊല്ലിയിരുന്നത്. അങ്ങനെ ഈ പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധികം മോശമില്ലാത്ത മാർക്കോടുകൂടി തന്നെ 10ാം ക്ലാസ് ഞാൻ പൂർത്തിയാക്കി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ +2 അഡ്മിഷൻ കിട്ടുമെങ്കിലും എനിക്ക് കോളേജിൽ പഠിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ എൻ്റെ അച്ചാച്ചനോട് പറഞ്ഞു, അങ്ങനെ കോളേജിൽ എനിക്ക് അഡ്മിഷൻ ലഭിക്കുകയാണ്. പക്ഷേ എനിക്ക് 2nd ഗ്രൂപ്പ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് എനിക്ക് 4th ഗ്രൂപ്പാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ 4th ഗ്രൂപ്പിൽ ചേർന്നു. 4th ഗ്രൂപ്പിൽ ചേർന്ന 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു സാറ് വന്ന് ക്ലാസ്സിൽ വന്ന് ചോദിച്ചു, 4th ഗ്രൂപ്പിൽ നിന്നും ആർക്കെങ്കിലും 2nd ഗ്രൂപ്പിലേക്ക് മാറണോ എന്ന്. അപ്പോൾ ഞാൻ കൈ ഉയർത്തുകയും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ മൂലം എനിക്ക് 2nd ഗ്രൂപ്പിലേക്ക് സീറ്റ് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ പ്രീ ഡിഗ്രി അധികം മോശമില്ലാത്ത മാർക്കോടുകൂടി തന്നെ ഞാൻ പാസ്സായി. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇനി എന്ത് പ്രൊഫഷണൽ കോഴ്സിന് പോകുമെന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സോഷ്യോളജി എന്നൊരാശയം എൻ്റെ മനസ്സിൽ വരികയും തൃശ്ശൂർ വിമല കോളേജിൽ എനിക്ക് സോഷ്യോളജിക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ആ അഡ്മിഷൻ എടുത്ത് തിരിച്ചു വരുന്നത് ഒരു ട്രെയിനിലായിരുന്നു. ട്രെയിനിൽ നിന്നും ഒരു വ്യക്തിയുമായി സംസാരിക്കുകയും ആ വ്യക്തി പ്രൊഫഷണൽ കോഴ്സുകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരാശയം വരികയായിരുന്നു, നേഴ്സിംഗ്
ചൂസ് ചെയ്താൽ എന്താ എന്ന്. അപ്പോൾ ഈ നേഴ്സിംഗ് ശുശ്രൂഷയെക്കുറിച്ചൊന്നും ഒത്തിരിയൊന്നും അറിയത്തില്ലെങ്കിലും അത് ഈശോ എനിക്ക് തന്ന ആഗ്രഹമാണ് എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ നേഴ്സിങ്ങിന് ചേരണമെന്നുള്ള ആഗ്രഹം എൻ്റെ അച്ചാച്ചനോട് പറഞ്ഞു. അച്ചാച്ചൻ ആദ്യമൊക്കെ ദേഷ്യപ്പെട്ടു, എപ്പോഴും തീരുമാനങ്ങൾ ഇങ്ങനെ മാറ്റിയാൽ എങ്ങനെയാണ് ശരിയാകുന്നത് എന്നൊക്കെ ചോദിച്ചു. എങ്കിലും അച്ചാച്ചൻ എൻ്റെ ആഗ്രഹപ്രകാരം എനിക്കായിട്ട് കർണാടകത്തിൽ ഒരു കോളേജിൽ നേഴ്സിങ്ങിന് സീറ്റ് വാങ്ങിച്ചു തന്നു. അവിടെ എത്തിയപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് നേഴ്സിങ്ങിൽ 2 കോഴ്സുണ്ട്, GNM BSc അങ്ങനെ 2 കോഴ്സുണ്ടെന്ന്. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി BSc നേഴ്സിങ്ങിൽ ഒരു അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. പക്ഷേ ഫീസിന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സീറ്റും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് BSc നേഴ്സിങ്ങിൽ. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ 3 മാസ കാലഘട്ടം അങ്ങ് കഴിഞ്ഞു. ലാംപ് ലൈറ്റിംഗ് സെറിമണി കഴിഞ്ഞപ്പോൾ പ്രീ ഡിഗ്രിയിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരു സാറ് ക്ലാസ്സിലേക്ക് വന്ന് വീണ്ടും ചോദിക്കുകയാണ്, ആർക്കെങ്കിലും BScയിലേക്ക് മാറുവാനായിട്ട് താല്പര്യമുണ്ടോ എന്ന്. ആ സമയത്ത് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം കൂട്ടുകാരൊക്കെ ആയിട്ട് നല്ല അടുപ്പത്തിലുമായി, പഠനം 3 മാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞു, അതെല്ലാം ആയിട്ട് നല്ല അഡ്ജസ്റ്റ് ആയല്ലോ. അപ്പോൾ എനിക്ക് BScയിലേക്ക് പോകാൻ വലിയ ആഗ്രഹമൊന്നും തോന്നിയില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അവർ തന്നെ എൻ്റെ അച്ചാച്ചനോട് വിളിച്ച് ഇങ്ങനെ ഒരു കോഴ്സുണ്ട്, ഇങ്ങനെ ഒരു കോഴ്സിലേക്ക് മാറാനായിട്ടൊരു അവസരം ലഭിച്ചിട്ടുണ്ട്, അതും ചെറിയ ഫീസിൽ. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഒത്തിരി ഫീസ് കൊടുത്ത് പഠിച്ചപ്പോൾ കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് അധികം ഒന്നും ഫീസ് കൂടാതെ തന്നെ എനിക്ക് BSc നേഴ്സിങ്ങിലേക്ക് അഡ്മിഷൻ ലഭിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഈശോയുടെ സൗഖ്യദായക ശുശ്രൂഷയിലേക്ക് ഈശോ എന്നെ ഒരുക്കുകയായിരുന്നു എന്ന്. ഈ കോഴ്സിന് ശേഷം ഞാൻ സൗദിയിലേക്ക് ജോലിക്കായിട്ട് പോയി. അവിടെ ആയിരിക്കുമ്പോൾ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. ഞാൻ ജോലി ചെയ്യുന്ന ടാൻസാനിയയിലായിരുന്നു. വിവാഹശേഷം ഞാനും മഞ്ജുവും കൂടി ടാൻസാനിയയിലേക്ക് പോയി. വിവാഹശേഷം ആദ്യം എനിക്ക് തന്ന സമ്മാനം, മഞ്ജു എനിക്ക് തന്ന സമ്മാനം ഒരു സമ്പൂർണ്ണ ബൈബിളായിരുന്നു. അതെനിക്ക് വളരെ സന്തോഷം നൽകി. ഞങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തിരുന്നു, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധികളിലും തരണം ചെയ്യാൻ വേണ്ടി ഈ വചനങ്ങൾ ഞങ്ങളെ സഹായിച്ചു. വിവാഹത്തിന് ശേഷം എൻ്റെ ജീവിത പങ്കാളി ജോലി ചെയ്യുന്ന ടാൻസാനിയയിലേക്ക് ഞങ്ങൾ 2 പേരും കൂടി യാത്രയായി. അവിടെ ചെന്നതിന് ശേഷം പ്രഗ്നൻ്റ് ആവുകയും അത് അബോർഷനായി തീരുകയും ചെയ്തു. ആ സമയങ്ങളിൽ ഒത്തിരി വേദനയിലൂടെ കടന്നു പോയതായിട്ട് വന്നു. സമയങ്ങളിൽ പ്രാർത്ഥനയിൽ ശരണം വെച്ചിരുന്നു. ജപമാല ചെല്ലുന്നതിലും വചനം വായിക്കുന്നതിലും കുർബാനയിൽ മുടങ്ങാതെ പോകുന്നതിലും ശ്രദ്ധിച്ചു പോയിരുന്നിരുന്നു. എങ്കിലും മനസ്സിലൊത്തിരി ഭാരപ്പെടുന്ന അവസ്ഥയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചുപോയി. ഞാനൊരു ധ്യാനത്തിൽ ചേർന്നു. ധ്യാനത്തിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കൗൺസിലർ ചെയ്ത ബ്രദർ എന്നോട് പറഞ്ഞു, ഒരു സന്ദേശത്തിലൂടെ പറയുകയാണ്, ഒരു കുഞ്ഞിനെ നൽകുന്നു, ഈശോ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നു, അതുപോലെ മനോഹരമായൊരു ജോലി ഖത്തറിൽ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് അവിടുന്ന് ബ്രദറിലൂടെ സന്ദേശത്തിലൂടെ ഈശോ എന്നോട് സംസാരിച്ചു. അതിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് തിരിച്ച് ടാൻസാനിയയിലേക്ക് വരികയും വീണ്ടും പ്രാർത്ഥനയും ജപമാലയും വചനം ഏറ്റുപറയുന്നതിലും ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. ഹെബ്രായർ 11:6 വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഈ വചനമൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ഏറ്റുപറയുമായിരുന്നു. ഈ വചന ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് ഞങ്ങൾ പറയുമായിരുന്നു. വചനം ഇതിനു ശേഷമുള്ള 3 മാസ കാലഘട്ടം വചനം മാംസം ധരിച്ച കാലഘട്ടമായിരുന്നു. വീണ്ടും ഗർഭിണിയാവുകയും യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളുമില്ലാതെ 6 മാസ കാലഘട്ടം അങ്ങനെ പോയി. അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയും 8-ാം മാസത്തിൽ ഒരു സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത സമയങ്ങളിൽ ഡോക്ടർ പറയുകയാണ്, കുഞ്ഞിൻ്റെ ബ്രെയിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, അതെന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ കുഞ്ഞുണ്ടായതിന് ശേഷം ലേബറിന് ശേഷമേ പറ്റുള്ളൂ, എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക, തമ്പുരാൻ അസാധ്യമായിട്ടൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞു. ഇതിന് ശേഷം ഒന്നും കൂടി തീഷ്ണതയോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ ജീവിത പങ്കാളി ടാൻസാനിയയിൽ നിന്നും സ്കൈപ്പിൽ എല്ലാ ദിവസവും
കോൾ ചെയ്ത് ഞങ്ങൾ അരമണിക്കൂർ ദിനം പ്രതി എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. വചനം ഏറ്റുപറഞ്ഞ് ഈ ഉദരത്തിലിരിക്കുന്ന കുഞ്ഞിനെ സമർപ്പിച്ച് തിരുരക്തം കൊണ്ട് കഴുകി ഞങ്ങൾ പ്രാർത്ഥിച്ച് ശക്തിയോടുകൂടി ഞങ്ങൾ പൂർണ്ണമായിട്ടും ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ഈശോയെ ഞങ്ങളെങ്കിൽ വിശ്വസിക്കുന്നു, വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് എൻ്റെ പൊന്നീശോയ്ക്ക് സാധിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് വചനങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും തന്നെ. അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവം ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും കൂടാതെ അതിനോടൊപ്പം തന്നെ ജപമാല ചൊല്ലുന്നതിനായിട്ട് എൻ്റെ മനസ്സിലൊരു പ്രേരണ തോന്നി. ജപമാല ചൊല്ലാം. അങ്ങനെ ഞാൻ 101 ജപമാല ചൊല്ലാമെന്ന് എൻ്റെ മനസ്സിൽ തീരുമാനിക്കുകയും ഈ 101ാമത്തെ ജപമാലയുടെ അവസാനത്തെ രഹസ്യം ചെന്ന് തീരുന്നത് ലേബർ റൂമിൻ്റെ മുമ്പിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ശക്തിയോടുകൂടി പൂർണ്ണ ധൈര്യത്തോടുകൂടി പറയും, ജപമാല ചൊല്ലിയ ഒരു വ്യക്തിയെയും പരിശുദ്ധ അമ്മ കൈവിടുകയില്ല. വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ഈശോ ഇടപെടും, തീർച്ചയാണ്. എൻ്റെ ജീവിതം അതിന് സാക്ഷ്യമാണ്. ആ കുഞ്ഞുണ്ടായി, കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ലെന്ന് വൈദ്യശാസ്ത്രം തന്നെ രേഖപ്പെടുത്തി. ഈ ഡോക്ടർ തന്നെ അത്ഭുതത്തോടുകൂടി പറയുകയായിരുന്നു, ആദ്യത്തെ പ്രസവമായിട്ടും യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ 1.5 മണിക്കൂറിനുള്ളിൽ വളരെ മനോഹരമായിട്ട് ഒരു കുഴപ്പവും കൂടാതെ കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് ഈശോ സഹായിച്ചു. കുഞ്ഞിന് ഞങ്ങൾ ഏഞ്ചൽ എന്ന് പേര് നൽകി. വൈദ്യശാസ്ത്രം ബ്രെയിന് കുഴപ്പമുണ്ടെന്ന് വിധി എഴുതിയ ഏഞ്ചൽ മോൾ ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. യാതൊരു കുഴപ്പങ്ങളും കൂടാതെ ദൈവകൃപയാൽ ദൈവവചനം വായിച്ചും പഠിച്ചും ദൈവവചനം ഏറ്റുപറഞ്ഞും പ്രാർത്ഥിച്ചും പഠിച്ചും എല്ലാം അവൾ നല്ല മിടുക്കിയായിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. കുഞ്ഞിനെ ഞങ്ങൾ പേരിടുന്നതിനായിട്ട് കർത്താവിനോട് ആലോചന ചോദിച്ചു. ബൈബിള് തുറന്നപ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം തുറന്നു വരികയും ദാനിയേൽ എന്ന പേര് കുഞ്ഞിന് നൽകുകയും ചെയ്തു. ഏഞ്ചൽ മോളും ദാനിയേൽ മോനും സന്തോഷത്തോടു കൂടി ദൈവകൃപയാൽ സ്കൂളിൽ പോവുകയും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലുന്നതിന് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. സങ്കീർത്തനങ്ങൾ 34:4. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ്വഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. യെശയ്യാ 59:1. ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ആ ധ്യാനത്തിൽ പോയപ്പോൾ ലഭിച്ച സന്ദേശത്തിലൊന്നായിരുന്നു ഖത്തറിൽ ഒരു ജോലി നൽകി ദൈവം അനുഗ്രഹിക്കുമെന്ന്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. പ്രഗ്നൻസി കാലഘട്ടത്തിൽ തന്നെ ഈ ഇൻ്റർവ്യൂ പാസ്സാകുകയും ആ സമയത്ത് എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ആ സമയത്ത് ജോലിയിൽ പ്രവേശിച്ചാൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ എന്താകും, അങ്ങനെയൊക്കെ ഒത്തിരി ഉത്കണ്ഠകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വചനം പറയുന്നത് പോലെ 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ വചനം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ 1 വർഷക്കാലം മനോഹരമായിട്ട് അവൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ടും സാധിച്ചു. 1 വർഷം കഴിഞ്ഞാണ് എൻ്റെ വിസ അപ്രൂവായി വരുന്നത്. ഈ കാലഘട്ടത്തിൽ എനിക്ക് കുഞ്ഞിന് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഞാൻ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് എൻ്റെ കർത്താവ് എന്നെ ഇടയാക്കി. ഞാൻ ഈ ഖത്തറിലേക്ക് പ്രവേശിച്ചപ്പോൾ ഞാനൊരു പീഡിയാട്രിക് എമർജൻസി യൂണിറ്റിലേക്കാണ് ജോലിയിലേക്ക് പ്രവേശിച്ചത്. ഇവിടെ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നത് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിൽ എനിക്ക് ജോലി ലഭിക്കണമെന്ന്. അവിടെ ചെന്നപ്പോൾ എനിക്ക് ലഭിച്ച അനുഭവങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കുവെക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഒത്തിരി വേദനകളിലൂടെയും വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഞാൻ വചനമൊക്കെ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിലൊരു ചെറിയൊരു എനിക്ക് ഉണ്ടായ ഒരു അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ പ്രിയപ്പെട്ടവരെ. എൻ്റെ ഒരു സുഹൃത്ത്
അവൾക്ക് 10 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യുന്നതിനിടയിൽ ഞാൻ അവൾക്ക് ഒരു പേപ്പറിൽ കുറച്ച് വചനങ്ങൾ എഴുതി കൊടുത്തു. ആ വചനങ്ങൾ ഇതൊക്കെയായിരുന്നു: ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല, ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, ജെറമ്യ 33:3 എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും, ജെറമ്യ 32:27 ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ, സങ്കീർത്തനങ്ങൾ 127:3 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഈ വചനങ്ങളൊക്കെ വിശ്വാസത്തോടെ ഏറ്റുചൊല്ലുവാനായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞതുപോലെ ആ മകൾ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, അവൾക്ക് ഒരു 6 മാസത്തിൻ്റെ കാലഘട്ടത്തിനുള്ളിൽ കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇതുപോലെ തന്നെ 2-3 സുഹൃത്തുക്കൾക്ക് വചനം എഴുതി കൊടുത്തപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് ഇടവന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. യോഹന്നാൻ 11:40 വചനം ഇങ്ങനെ പറയുന്നു: വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും. ഈശോയെ, ഞാൻ ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്കും കൃപ ലഭിക്കുമ്പോൾ വചനത്തെക്കുറിച്ച് തിരുവചനം നെഞ്ചോട് ചേർക്കുമ്പോൾ ഈശോ നമ്മളെ പുണരും. വചനം ഈശോ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും പ്രതിസന്ധികൾ വരുമ്പോൾ, തകർന്നു പോകുമ്പോൾ ഈ ദൈവവചനം എടുത്ത് തുറന്നു വായിക്കുമ്പോൾ വലിയ കൃപ നിറയും, നമ്മളിൽ സന്തോഷം നിറയും. നമ്മുടെ തീരുമാനങ്ങൾ എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് വചനത്തിലൂടെ ഈശോ പറയും. വചനം വാളാണ്, ദൈവവചനം വാളാണ്. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. ജെറമ്യ 23:29 വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അതുപോലെ രക്ഷയുടെ വടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. എഫേസ്യസ് 6 നമ്മൾ കാണുന്നുണ്ട് വചനം വാളാണ് പ്രിയപ്പെട്ടവരെ. ഹെബ്രായർ 4:12 നമ്മൾ കാണുന്നുണ്ട് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനമാണ് ദൈവവചനം എവിടെ പ്രകീർത്തിക്കുന്നുവോ അവിടെ കൃപ നിറയും. ദൈവവചനം ആരൊക്കെ ഉരുവിടുന്നുവോ അവിടെ സന്തോഷം നിറയും. ദൈവവചനത്തിൽ ആഗ്രഹിച്ച് എന്തെല്ലാം ആഗ്രഹങ്ങൾ സമർപ്പിച്ചാലും അത് നിവൃത്തിയാകും. സങ്കീർത്തനം 37:4 കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, വചനം എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ വചനം തുറന്ന് ഈശോയോട് സംസാരിക്കണം. ഈശോ നമ്മളോട് സംസാരിക്കുന്ന ഒരു മാർഗമാണ് ദൈവവചനം. ഈശോയ്ക്ക് നേരി വന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും ഈശോ ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാ മഹത്വവും ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വചനമാകുന്ന ഈശോയെ സ്നേഹിക്കുവാനായിട്ട് എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു സംഭവം കൂടി എൻ്റെ ജോലിസ്ഥലത്തുണ്ടായി. ഒരു ദിവസം ഞാനും എൻ്റെ സുഹൃത്തും കൂടി വളരെ ബുദ്ധിമുട്ടേറിയ ഒരു IV ക്യാനിൽ കുത്തുകയായിരുന്നു. പലതവണ കുത്തിയിട്ടും പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം വന്നു. ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വളരെ വിഷമിച്ച് നിൽക്കുന്ന മാതാപിതാക്കളുടെ മുഖം കണ്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി നിൽക്കുമ്പോൾ ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ബുദ്ധിമുട്ടേറിയ IV ക്യാനില്ല ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അതിലൂടെ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയും ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയും ചെയ്തു. മാതാപിതാക്കൾ ഒത്തിരി നന്ദി ഞങ്ങളോട് പറയുകയും ആ നിമിഷം എൻ്റെ മനസ്സിൽ ഈശോയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുകയും ചെയ്തു. വചനം നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും വചനം നമ്മളെ ശക്തിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്തു തന്നെയായിരുന്നാലും, സാഹചര്യങ്ങൾ അനുകൂലമെങ്കിലും പ്രതികൂലമെങ്കിലും വചനം ഏറ്റു പറയുമ്പോൾ ആ വചനത്തിന് ശക്തിയുണ്ട്. വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വാളാണ്. വചനം ജീവിതത്തിലേക്ക് മാംസം ധരിക്കുന്ന പലതരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കും. യോഹന്നാൻ 11:40 വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. നമുക്കുണ്ടാവേണ്ട ഏക കാര്യം വിശ്വാസത്തോടെ വചനം ഏറ്റുപറയണമെന്നുള്ളതാണ്. വിശ്വാസത്തോടെ ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് വചനം ഏറ്റുപറയുമ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വചനം മാംസം ധരിക്കുമെന്ന് പൂർണ്ണ ഹൃദയത്തോടുകൂടി
നന്ദിയോടുകൂടി ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ നിമിഷം ഏറ്റുപറയുന്നു. ഈശോ ദൈവവചനത്തിലൂടെ സംസാരിച്ച ഒരനുഭവം കൂടി ഞാൻ പങ്കുവെക്കട്ടെ. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിന് ഒത്തിരി അസ്വസ്ഥത തോന്നുമായിരുന്നു. അപ്പോൾ ഞാൻ ജപമാല കയ്യിലെടുത്തു, ജപമാല ചൊല്ലി കഴിഞ്ഞിട്ടും എൻ്റെ ആ അസ്വസ്ഥത പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുമാറുന്നില്ല. അപ്പോൾ ഞാൻ തിരുവചനം തുറന്നപ്പോൾ തിരുവചനത്തിലൂടെ ഈശോ എന്നോട് സംസാരിക്കുകയായിരുന്നു. വിലാപങ്ങൾ 3:56 വചനത്തിലൂടെ, സഹായത്തിനായുള്ള എൻ്റെ നിലവിളിക്കെതിരെ ചെവി അടയ്ക്കരുതേ എന്നെൻ്റെ യാചന അവിടുന്ന് കേട്ടു. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട. അപ്പോൾ ആ വചനം വായിച്ചപ്പോൾ എനിക്ക് ഒരു മനസ്സിനൊരു സമാധാനം തോന്നിയെങ്കിലും അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ആ വചനം ഇങ്ങനെ എൻ്റെ റിപ്പീറ്റായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഈ വചനം കടന്നു വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തുനിന്നും ഒരു വലിയ കരച്ചിൽ കേൾക്കുകയാണ്. ആ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ കതക് തുറന്നു നോക്കിയപ്പോൾ ഒരു ചേച്ചി കരഞ്ഞുകൊണ്ട് ഓടുന്നു. ഗ്യാസ് പൊട്ടിത്തെറിച്ചു, തീയാണ്, എല്ലാവരും ഓടി രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് ചേച്ചി ഓടുന്നതാണ് കണ്ടത്. ഞങ്ങൾ 6ാം നിലയിലായിരുന്നു. 6ാം നിലയിൽ ഞാനെപ്പോൾ എൻ്റെ അടുത്തുള്ള നെയ്ബേഴ്സിനെ എല്ലാം വിളിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലെ ഒരു നേഴ്സ് സഹോദരൻ വരികയും അവന് അവിടെ നിന്ന് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എടുത്ത്, അടുക്കളയിൽ തീ ശരിക്കും ഉയർന്നിരുന്നു, നന്നായിട്ട് പുകയും ഉയർന്നിരുന്നു. അവൻ പോയി ആ തീ കെടുത്താനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. ഇതിലൂടെ എനിക്ക് മനസ്സിലായത്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈശോ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചതായിരുന്നു ഈ സംഭവത്തെക്കുറിച്ചെന്ന്. ഭയപ്പെടേണ്ട എന്ന് ഈശോ എന്നോട് വന്ന് പറഞ്ഞു എന്നെനിക്ക് മനസ്സിലായി. ഈ തിരുവചനം, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. അതുകൊണ്ട് തിരുവചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് ഇത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ അടിത്തറ ഉണ്ടായിരുന്നെങ്കിലും നഴ്സസ് കൂട്ടായ്മയോട് ചേർന്ന് നിന്നപ്പോഴാണ് പ്രാർത്ഥനാ ജീവിതം കൂടുതൽ ജ്വലിച്ചതും, അതുപോലെ തന്നെ കൂട്ടായ്മയിലെ സുഹൃത്തുക്കൾ പങ്കുവച്ച് തരുന്ന സ്നേഹവും കരുതലും പ്രാർത്ഥനയും ഉപദേശങ്ങളും ഒക്കെ ജീവിതത്തിൽ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ദൈവവചനം എൻ്റെ ജീവിതത്തിൽ എത്ര സ്വാധീനിച്ചു എന്ന് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനത്തെ കൂട്ടുപിടിച്ചാൽ ദൈവവചനം നമ്മോട് സംസാരിക്കുകയും ഉപദേശിക്കുകയും തിരുത്തുകയും നമ്മളെ പല രീതിയിൽ സഹായിക്കുകയും സംസാരിക്കുകയും ചെയ്യുമെന്ന് നാം കണ്ടുവല്ലോ. എല്ലാവർക്കും ദൈവവചനത്തെ സ്നേഹിക്കുവാനുള്ള, ദൈവവചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തിരക്കേറിയ ഈ ലോകത്ത് ചുറ്റുമുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വേദനകളിൽ അവർക്ക് ആശ്വാസമാകുന്ന വചനങ്ങൾ എഴുതിയും പറഞ്ഞും കൊടുത്ത് അങ്ങനെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മഞ്ജു നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ കുടുംബത്തിലും ജോലി സ്ഥലത്തും ആയിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം എങ്ങനെ മറ്റൊരു സുവിശേഷമായി മാറാമെന്ന് മഞ്ജുവിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ പൂർണ്ണമായും നമുക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ജീവിതവും അനുഗ്രഹപ്രദമാകും. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.